നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനും കുടുംബത്തിനുമെതിരെ വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമാൻഡിംഗ് സെന്ററിലെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് വിളിച്ചാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശമുണ്ടായത്. 6231685222 എന്ന ഫോൺ നമ്പറിൽ നിന്നാണ് പലതവണ വിളിച്ച് കൊലവിളി നടത്തിയത്. സംഭവത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ചെറിയൻകീഴ് സ്വദേശി ടോണി അറസ്റ്റിലായി. മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇത്തരത്തിലൊരു ഭീഷണി കോൾ മുഴക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി തനിക്ക് പ്രശസ്തനാകണമെന്നാണ് ഫോൺ ചെയ്തയാൾ പറഞ്ഞത്. വി ഡി സതീശനെ തനിക്ക് ഇഷ്ടമല്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന സുരക്ഷ മതിയോ എന്നും ഇയാൾ പോലീസിനോട് വെല്ലുവിളിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിലൊരു അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ, എന്തായാലും മാനസിക വെല്ലുവിളിയുള്ള വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ DPCC ഡ്യൂട്ടി ഓഫീസർ സുരേഷ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഭാരതീയ ന്യായ സംഹിതയിലെ BNS 353(1)B, 351(4), 296B എന്നീ വകുപ്പുകളും കേരള പോലീസ് ആക്ടിംഗ് 120O വകുപ്പുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ വാളക്കാട് സ്വദേശി ചരുവിള വീട്ടിൽ സോണി തോമസ് ആണ് പിടിയിലായത്. പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചായിരുന്നു ഭീഷണി. സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. സൈബർ സെൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നലെ വൈകുന്നേരം 6:50 തിരുവനന്തപുരം സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് കമാൻഡിംഗ് സെന്ററിലെ കോളർ ID-യുള്ള ഒഫീഷ്യൽ ഫോൺ നമ്പറായ 0471233184 എന്ന നമ്പറിലേക്കാണ് കോൾ വന്നത്. പ്രതി പല പ്രാവശ്യം വിളിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതായി FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വി ഡി സതീശന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ അത്യന്തം നാടകീയമായൊരു സംഭവ വികാസം. പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് മാനസിക അസ്വസ്ഥമുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തുമെന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.